നിങ്ങളെ വെടി വെച്ച് നടന്നോളി. അല്ല നമ്മളെ അടുത്ത സീൻ ഏതാ? മൊയ്തീനെ നിന്റെ മാമ സൂപ്പർ ഏട്ടോ. എന്തോന്നാ ഇത്? നീ ഇത് പറഞ്ഞപ്പോ ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്തിരി നേരം നിങ്ങൾ സഹിച്ചോളൂ. ഞങ്ങള് ജീവിതകാലം മുഴുവൻ സഹിക്കുകയാണ്. ഹലോ, ആ എങ്ങനെ വരാൻ പറ്റില്ലെന്നോ? നിങ്ങൾ അങ്ങനെ പറയല്ലേ. പേയ്മെന്റ് ഇപ്പൊ കറക്റ്റ് ആക്കാന്നേ. ഒരിത്തിരി നേരത്തെ രംഗല്ലുള്ളൂ, അത് പെട്ടെന്ന് തീർത്തിട്ട് വിടങ്ങളെ. പേയ്മെന്റ് ഒക്കെ നമുക്ക് സംസാരിക്ക. നിങ്ങള് സ്വീപ്പാക്കല്ലേ? എന്ത് പണി ഞങ്ങള്? തീവ്രവാദി തലവനായിട്ട് ഒരുത്തം വരാറില്ലേ? അപ്പൊ വിളിച്ചാറില്ല വരില്ല. എന്തൊരു കഷ്ടമാണോ അത്? എടാ നിന്നോട് നേരത്തെ വിളിക്കാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ. വിളിക്കണം. ഞാൻ വിളിക്കണ്ടോ വിളിച്ചിട്ട് വരാറില്ല. ഇപ്പൊ നിങ്ങള് പേയ്മെന്റ് കുറച്ച് കൊടുക്കാൻ തന്നിട്ടല്ലോ വരാറിന്. മോൻ കട്ട് ചെയ്ത് പോയില്ലേ? വേറെ ഷൂട്ടിങ്ങിന് പോകും. ഇതാണ് ഈ ലൊക്കേഷൻ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. കൺട്രോളർ നമ്മൾ നടന്നാ പോരാട്ടോ. ഈ സമയത്ത് ഷൂട്ട് ചെയ്യും. വിമൽകുമാറിനെ വിളിച്ചാലോ? വിമൽകുമാറിനെ വിളിക്കാം. ഞാൻ എന്ത് വർത്തമാനം? ഈ വിളിച്ച ഉടനെ ഒരു ആർട്ടിസ്റ്റിനെ കൂടെ വിളിക്കണം. നീ വിളിക്കണ്ട വിമൽകുമാറിനെ നീ വിളിക്കണ്ട. എടാ ഷൂട്ടിംഗ് തുടങ്ങി ഇത്രയും ദിവസമായി. ഏതെങ്കിലും ഒരു സംഭവം നീ കൃത്യമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ടോ? ലൊക്കേഷനിൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ താങ്കളുടെ കുറ്റം പറയണത് അങ്ങനെ കുറ്റം പറയുന്നത് കേട്ടോ. എനിക്ക് ഉത്തരവാദിത്തം. നിന്നൊക്കെ ആരുടെ കൺട്രോളറാക്കി? കൺട്രോളർ ഞാൻ കൺട്രോളറാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ അറിയാം. നിങ്ങൾ അതിനെ കുറിച്ച് വർത്താൻ പറഞ്ഞ അല്ല എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ അറിയാം. ഇത്രയും ആൾക്കാർ നിയന്ത്രിക്കാൻ അറിയാം. എനിക്ക് നിന്നെ നിയന്ത്രിക്കാൻ അറിയാം. ഈ രണ്ട് ഫോണും കൊണ്ട് വെച്ചോണ്ട് കൺട്രോൾ ആവത്തില്ല കേട്ടാ. പഠിപ്പിക്കാൻ വന്നേക്കുന്നു. ആര് വേണേ കുറ്റം പറഞ്ഞ ഫോണിനെ കുറ്റം പറഞ്ഞു. ചോറ ഞാനൊരു ഡയറക്ടറാണെങ്കിൽ ഒരു പുൽക്കനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പുല്ലിനെ കൊണ്ട് തുമ്പിനെ കൊണ്ട് അഭിനയിപ്പിക്കും. കൺട്രോളറാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാറാണ്. എന്റെ മാമ ഇവിടെ ഉള്ളപ്പോ എനക്ക് ഈ അപമാനം സഹിക്കേണ്ടി അല്ല മാമ, അത് സംഭവം എന്താ അറിയോ? എനക്ക് മനസ്സിലായി. ഇവിടെ നടൻ വന്നില്ല. അതെ, ഞാൻ ഇതിനു വേണ്ടി ചത്ത് മരിക്കണ. ആയിക്കോട്ടെ, ആ വേഷം ഞാൻ ചെയ്യാടോ. ഞാൻ ചെയ്യാടോ. മാമ ഇങ്ങനെ ചിരിപ്പിച്ചു കൊല്ലല്ലേ മാമ. ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾ മറ്റേ ആ ഫയൽമാനെ ഇറക്കത്ത് നിന്ന് 2 കിലോമീറ്റർ കൊണ്ട് പറ്റിച്ചില്ലേ? അതുപോലെ ഇത് വലിയ മെനക്കേടുള്ള പരിപാടിയാണ് മാമ. ലോകത്ത് പറഞ്ഞ ഏറ്റവും വലിയ കോമഡി കേട്ടത്. മര്യാദക്ക് നിന്റെ മാമയെന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ അങ്ങനെ വിളിച്ചു നിന്നെ. മാമ അത് ശരിയാവില്ല. നിങ്ങള് മൂപ്പര് ചൂടായി നിൽക്കുക, അതുകൊണ്ടാ. ഒരവസരം എനിക്ക് തന്നു നോക്കി. ഒരവസരം വേണ്ട. ഒരവസരം ധാരാളം ഞാൻ കണി കണ്ടത്. നിന്റെ എങ്കിൽ നമുക്ക് കുറച്ചു നേരം ചിരിക്കാം. അതിനുള്ള വക ഒപ്പിക്കാം. നിന്റെ മാമയ്ക്ക് ഒരു വേഷം കൊടുക്കാം. നിന്റെ മാമയ്ക്ക് വേഷം കൊടുക്കാടാ. എടാ കുറച്ചു നേരം അങ്ങനെ നമ്മളെ ഇവിടെ വെള്ളം കുടിപ്പിച്ചല്ലേ? നിന്റെ മാമയെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടേ കുരങ്ങ് കളിപ്പിക്കുന്ന എങ്ങനെ നമ്മൾ നീ നോക്കൂ. എടാ ഇന്ന് അങ്ങനെ കൊണ്ട് നമ്മളിവിടെ കുരങ്ങ് കളിപ്പിക്കും. എന്തായാലും മറ്റേ പുള്ളി വരെ എത്ര സമയം എടുക്കും? എടുക്കുമല്ലോ. അതുവരെ നിന്റെ മാമയെ അഭിനയിപ്പിക്കും. അത് നല്ലതാ. മൂപ്പര് വീട്ടിൽ നമ്മളിട്ട് കുറെ കുരങ്ങ് കളിപ്പിക്കണം. കേട്ടോ, റാഗിങ് ശരിക്കും റാഗ് ചെയ്തു. അഭിനയിക്കണമല്ലേ മാമന്? വലിയ ഉപകാരം. ഞാൻ പോയി മറ്റേ വിളിച്ചു.